2004 ഡിസംബർ 28 മാലാപറമ്പ് മത്തായി വളവിൽ ഒരു റബ്ബർ തോട്ടത്തിൽ കണ്ട ഒരു അജ്ഞാത സ്ത്രീയുടെ ശവത്തിൽ നിന്നാണ് ഈ കേസിൻ്റെ തുടക്കം. ആ ശവത്തിനടുത്തുണ്ടായിരുന്ന പട്ടിയാണ് ഇവർക്ക് വിഘാതമായത്. ആ പട്ടിയെ തുടർന്നാണ് 29/12/2004 മുതൽ 2 ദിവസം പട്ടിയുടെ ഉടമയെയും കുടുംബാംഗങ്ങളെയും അന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന CA റഹീമിൻ്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തത്. 30-ാം തീയതി ചോദ്യം ചെയ്തതോടെ CK ജോസഫിൻ്റെ മകനും ബിൽഡിംഗ് കോൺട്രാക്ടറുമായിരുന്ന സോണി ജോസഫ് അയാളുടെ ഭാഗം സമ്മതിച്ചു, കുറ്റം സമ്മതിച്ചു. അയാളും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഏതാനും തൊഴിലാളികളും ചേർന്നാണ് ഈ സ്ത്രീയെ കൊന്നത്. ഇതൊരു കൊട്ടേഷൻ കൊലപാതകമായിരുന്നു. ഈ കൊട്ടേഷന് പിന്നിൽ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടി നേതാക്കളും അതുപോലെ തന്നെ പെരിന്തൽമണ്ണയിലെ ഏറ്റവും ഉന്നതനായ ഒരു പോലീസ് മേധാവി, അതേപോലെ കുപ്രസിദ്ധരായ ഏതാനും ബ്ലേഡ് മാഫിയകളും ചേർന്നൊരു സംഘമാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ. ഇവരുടെ കോടിക്കണക്കിന് രൂപ വാരി എറിഞ്ഞുകൊണ്ടാണ് ഈ കേസ് അന്വേഷണം ഇവർ അട്ടിമറിച്ചത്. അതിന് അനുകൂലമായ നിലപാടാണ് പോലീസും കൈക്കൊണ്ടത്. പക്ഷേ എൻ്റെ ജാഗ്രതയോടെയുള്ള മുന്നേറ്റം, തെളിവുകൾ ഒന്നൊന്നായി എനിക്ക് ഉത്തരവാദപ്പെട്ട കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇത്രയും വിവാദമായ ഒരു വിധി. ഈ വിധി ഏറ്റവും പ്രസക്തമായ വിധിയാണ്. അതായത് ഇത് സുപ്രീം കോടതി വിധി അടക്കം വിശകലനം ചെയ്തുകൊണ്ടും കാര്യകാരണ സഹിതം എല്ലാ വിഷയങ്ങളും പരിശോധിച്ചുകൊണ്ടും ഞാൻ കൊടുത്ത എല്ലാ തെളിവുകളും പരിശോധിച്ചുകൊണ്ടുമാണ് കോടതി ഇങ്ങനെ ഒരു നിഗമനത്തിലെത്തിച്ചത്. മാത്രമല്ല കോടതി ഇതിൽ DYSP TK രാജ്മോഹനെ പേരെടുത്ത് പറയുന്നുണ്ട്. ഇതൊരു വിധിയിലും കാണാത്ത കാര്യമാണ്. അതേപോലെ തന്നെ സോണി ജോസഫ് കുറ്റം സമ്മതിച്ചതും ഈ കോടതി വിധിയിൽ വന്നതോടുകൂടി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഒരു കാരണവശാലും ഇതിൽ ഒരു തിരിമറി നടത്താൻ കഴിയില്ല, അട്ടിമറി നടത്താൻ കഴിയില്ല. അതാണ് ഈ കോടതി വിധിയുടെ പ്രത്യേകത. ഞാൻ ഇതിനു മുമ്പും ഹൈക്കോടതിയെ സമീപിച്ചതാണ്. അന്ന് 22/6 ഇതേപോലെ കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു. ആ വിധിയിൽ പറഞ്ഞത് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കാനാണ്. പക്ഷേ കോടതി നിർദ്ദേശിച്ച Exhibit 7 അന്വേഷണ ഉദ്യോഗസ്ഥർ തൊട്ടതുപോലുമില്ല. അതിൽ നിന്ന് തന്നെ കോടതിക്ക് പോലീസിൻ്റെയും നിലവിലെ അന്വേഷണ സംവിധാനത്തിൻ്റെയും പോരായ്മകൾ തിരിച്ചറിഞ്ഞു. അതും ഈ അന്വേഷണം ഈ CBI അന്വേഷണത്തിന് കാരണമായിട്ടാണ്. അതുമാത്രമല്ല, ഇതിൽ ഒരു നിലയ്ക്കും കക്ഷിയല്ലാത്ത ഒരു അഗതിയായ സ്ത്രീ, അതേപോലെ തന്നെ ഈ കേസിലെ ദൃക്സാക്ഷിയായി എന്ന ഏക കുറ്റം രവീന്ദ്രൻ്റെ കൊലപാതകം, ഇത്രയും കാര്യങ്ങൾ കോടതിയെ വല്ലാതെ ഇക്കാര്യത്തിൽ ഉത്കണ്ഠാകുലരാക്കിയിട്ടുണ്ട്. അതും ഈ കോടതി വിധികളിൽ നിഴലിച്ച് കാണാം. ഈ കോടതി വിധിയുടെ വെളിച്ചത്തിൽ എനിക്കൊരാശങ്കയുമില്ല. കാരണം CBI വന്നാൽ 3 മാസം കൊണ്ട് സുഖസുന്ദരമായി ഈ കേസ് അന്വേഷണം പൂർത്തിയാക്കും, പ്രതികൾ വലയിലാകും എന്ന കാര്യത്തിൽ എനിക്ക് 100% ശുഭപ്രതീക്ഷയാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.